വിസ്ഡം തോട്ട്സ് ഇൻ സെയിൽസ് പാർട്ട് 5 വിൽപ്പനയിലെ ജ്ഞാനചിന്തകൾ ഭാഗം 5. ധനികനാകണമെങ്കിൽ ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിച്ച് പോവർട്ടി സൈക്കിൾ പൊട്ടിക്കണം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ധനസമ്പാദനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ ഇൻവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഇൻവേർഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. ആ ഇൻവേർഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ. അതായത് ലോകത്തിലെ ധനികരായിട്ടുള്ള ആളുകളും സ്പിരിച്വൽ അവേക്കനിങ് നേടിയിട്ടുള്ള എല്ലാ വ്യക്തികളും, നമ്മളവരെ സക്സസ്ഫുൾ എന്ന് വേണേൽ വിളിക്കാം, ഇവരെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് അല്ല, ഇറ്റ്സ് ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ. അതിനാണ് ഇൻവേർഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ഫസ്റ്റ് തിങ്കിങ് പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇൻവേർഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത്? ആ മെത്തേഡിനകത്ത് നമ്മൾ ഈ പറയുന്ന നമ്മളൊരു പോവേർട്ടി അല്ലെങ്കിൽ നമ്മൾ ദരിദ്രനായി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ എഴുതി ചേർക്കുക. അതായത് ഞാനൊരു ദരിദ്രനായാൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ബാധ്യതകൾ എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ഇത് എഴുതി വെച്ച ശേഷം ഇതിൽ നിന്ന് മോചിതനായാൽ എനിക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട ശേഷം അത് എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം എന്നുള്ളതാണ് ഇൻവേർഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് പോവർട്ടി സൈക്കിള് നമുക്ക് പൊട്ടിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ഇൻവേർഷൻ, അതായത് അതിൻ്റെ റിവേഴ്സ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ഈ റിവേഴ്സ് ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഒരു ദരിദ്രനായിരുന്നാൽ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മുഴുവനും ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് പിക്ചറൈസ് ചെയ്യണം. എന്നിട്ട് ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിൽ ഗെറ്റ് ദ ഐഡിയ. അതായത് പോവർട്ടിയുടെ ഓപ്പോസിറ്റ് ആണ് ധനികൻ അല്ലെങ്കിൽ സമ്പത്ത്, അബണ്ടൻസ് എന്നൊക്കെ പറയും. ദ ഓൺലി മെത്തേഡ് ടു മൂവ് ഫ്രം പോവർട്ടി ടു അബണ്ടൻസ് ഈസ് ഓൾ അബൌട്ട് യൂസിങ് ദ ഇൻവേർഷൻ ടെക്നിക്. ഇത് ലോകത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും, അത് സമ്പന്നരെന്ന് മാത്രമല്ല, അത് സ്പിരിച്വൽ ഗുരുക്കളായിക്കോട്ടെ, അതല്ല എങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, അവരുടെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ വ്യക്തികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ച് ഇൻവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഇൻവേർഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ. ധനികനാകുവാനായിട്ട് 6 വഴികളാണ്, ഒരു വഴിയല്ല 6 വഴികളുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് 6 തരം വെൽത്ത് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ വെൽത്ത് ഉണ്ട്, ടൈം വെൽത്ത് ഉണ്ട്, മെൻ്റൽ വെൽത്ത് ഉണ്ട്, സ്പിരിച്വൽ വെൽത്ത് ഉണ്ട്, സോഷ്യൽ വെൽത്ത് ഉണ്ട്, എക്കണോമിക് വെൽത്ത്. അങ്ങനെ 6 തരം വെൽത്ത് ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ഒരു വെൽത്ത് ഡെവലപ്പ് ചെയ്താൽ, നമുക്ക് ടൈം വെൽത്തിലാണ് ഒരു വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈം വെൽത്ത് ഡെവലപ്പ് ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് ഫിസിക്കൽ വെൽത്ത്, ഹെൽത്തിലാണ് നമ്മൾ കോൺഷ്യസ് എങ്കിൽ ആ ഫിസിക്കൽ വെൽത്ത് ഡെവലപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ മെൻ്റൽ വെൽത്ത്, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വലി ആണ് നമുക്ക് ഗ്രോത്ത് നേടാൻ കഴിയുന്നതെങ്കിൽ ആ ഗ്രോത്ത് സ്പിരിച്വലി നേടുക. നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുവാനായിട്ടാണ് നമുക്കുടെ കഴിവെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെൽത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ആകുക. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയയിൽ റീൽസ് ഷെയർ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്കുള്ള വെൽത്ത് എന്ന് പറയുന്നത് സോഷ്യൽ വെൽത്താണ്. അതായത് ഈ സോഷ്യൽ വെൽത്തിനെ അവരെന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് എക്കണോമിക് വെൽത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നേടിയെടുക്കുന്നു. അതായത് നമ്മൾ ഒരു വെൽത്തിൽ മാസ്റ്റർ ആയ ശേഷം ആ വെൽത്ത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു വെൽത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ എക്സ്ചേഞ്ച് പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് 6 തരത്തിലെ വെൽത്ത് ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് അത് ഡെവലപ്പ് ചെയ്യുക, നമുക്കില്ലാത്ത മറ്റു ഒന്നുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് ടൈം വെൽത്ത് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ജപ്പാനിലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സമയം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം സമ്പന്നനായിട്ടുള്ളൊരു ജീവിത കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സമയം ലെൻഡ് ചെയ്യുക, അവർക്കൊരു കമ്പാനായിട്ട് പോകുക, അതല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹം പോവുക, അതല്ല ഷോപ്പിങ്ങിന്, അവരൊറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്ന വ്യക്തികളൊക്കെ ഒരു കൂട്ടിനായിട്ട് ഷോപ്പിങ്ങിന് ഒരു കമ്പാനായിട്ട് പോവുക. ഒറ്റയ്ക്കിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മണിക്കൂറിന് അദ്ദേഹം ഒരു കമ്പാനായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ അതാണ് ടൈം വെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വെൽത്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ
ആ വെൽത്തിനെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത്, നമ്മളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ വെൽത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം നമുക്ക് സോഷ്യൽ വെൽത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ സ്പിരിച്വൽ വെൽത്ത് ഡെവലപ്പ് ചെയ്ത ശേഷം നമുക്ക് സോഷ്യലായിട്ടുള്ള വെൽത്താണ് ആവശ്യമെങ്കിൽ, അതായത് ഒരു കൂട്ടം ആളുകളെയാണ് നമ്മുടെ ഫോളോവേഴ്സായിട്ട് ആവശ്യമെങ്കിൽ ഈ സ്പിരിച്വൽ വെൽത്ത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഏത് വെൽത്താണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ നിന്ന് മറ്റൊരു വെൽത്ത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫിസിക്കലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ബോഡി ബിൽഡർ ആണെങ്കിൽ ആ ബോഡി ബിൽഡറെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ബോഡി ബിൽഡിംഗ് പ്രൊഫഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ എക്കണോമിക് വെൽത്ത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കുക, ആ വെൽത്തിൽ നമ്മൾ രാജാവാകുക, ഇത് മറ്റൊരു വെൽത്തിനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. സോ ധനികനാകാനായിട്ട് 6 വഴികളുണ്ട്. അതിൽ ഒരു വെൽത്തിൽ ഫോക്കസ് ചെയ്യുക, അത് മറ്റൊരു വെൽത്തുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. ഒരു നിശ്ചിത മാർക്കറ്റിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിക്കുക, അത് പ്രയോഗിക്കുക. അതായത് വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലാംഗ്വേജ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് പ്ലേസിലെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിച്ചെടുക്കുക, അത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. അപ്പോൾ എന്താണ് ഒരു നിശ്ചിത മാർക്കറ്റിൻ്റെ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രിക്കറ്റ്, അതായത് നമ്മുടെ സ്പോർട്സിലെ ക്രിക്കറ്റിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കോമ്പറ്റീഷൻ. 2 ടീമുകൾ തമ്മിലൊരു കോമ്പറ്റീഷനാണ്, റൈവലറിയാണ്, ഇമോഷൻസ് ആണ്, സക്സസ് ആണ്, ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇമോഷൻസും ആണ് ആ പറയുന്ന ക്രിക്കറ്റിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നമ്മൾ സിനിമയാണ്. സിനിമ എന്ന് പറയുന്നത് എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷം, ഇമോഷൻസ്, റൈവലറി, കാഴ്ചക്കാരൻ്റെ പല വിധത്തിലുള്ള ഇമോഷൻസിനെയും അതിലൂടെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലാണേലും ആ കസ്റ്റമറുടെ ലാംഗ്വേജ്, കസ്റ്റമറുടെ നീഡ്, വാണ്ട്, പെയിൻ പോയിൻറ്റ്സുകൾ ഇത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഏത് നിഷ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഭാഷ നമ്മൾ പഠിക്കണം. അവിടെ ബേസിക് ആയിട്ടുള്ളൊരു ഭാഷ, എല്ലാ ഭാഷകളുടെയും ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. അതായത് നമ്മൾ ഏത് ഇമോഷനാണോ നമ്മൾ ആ മാർക്കറ്റ് പ്ലേസിൽ ഉപയോഗിക്കുന്നത്, കസ്റ്റമർ അല്ലെങ്കിൽ ആ പറയുന്ന ഉപഭോക്താവിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ ആയിരിക്കണം. അതായത് ആ വ്യക്തി മാത്രമായിരിക്കരുത് അതിൻ്റെ ഉപഭോക്താവ്, അദ്ദേഹം ഒരുപാട് പേരിലേക്ക് ആ ഇമോഷനെ എത്തിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിശ്ചിത മാർക്കറ്റ് ഭാഷ പഠിച്ചെടുക്കുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് സക്സസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സങ്കീർണതയെ സ്നേഹിക്കുക. എന്താണ് സങ്കീർണത എന്ന് പറയുന്നത്? സങ്കീർണത എന്ന് പറയുന്നത് കെയോസാണ്. അതായത് എല്ലാ വിധത്തിലുള്ള ക്രിയേഷൻസും നടക്കുന്നത് കെയോസിലാണ്. കെയോസ് എന്ന് പറയുന്നത് സങ്കീർണതയാണ്. ആ സങ്കീർണത എന്ന് പറയുന്നത് ഇരുട്ടാണ്, അത് ഒരു പെയിനാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തു വിധേനയും ആ പെയിനിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തിയാകുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ആ പ്രോസസ്സ്, നമ്മൾ കടന്നു വന്നിട്ടുള്ള സങ്കീർണമായ ആ പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ട് സമാധാനം അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പം ക്രിയേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ സങ്കീർണമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളാണ് അതിന് മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തി. നിങ്ങളൊരു മാർക്കറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിൽ മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അവിടെ ആ ക്രിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണത നിറഞ്ഞതാണ്. നിങ്ങൾക്ക് മാത്രമേ ആ പ്രോസസ്സ് നിയന്ത്രിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിനെ നമ്മളല്ല നിയന്ത്രിക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, റിസൾട്ട് എന്ന് പറയുന്നത് ഗ്ലോറിയാണ്, റിസൾട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. അപ്പം ആ ഫ്രൂട്ട് സൃഷ്ടിക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ ദ ക്രിയേഷൻ പ്രോസസ്, ദാറ്റ് ഈസ് ദ കെയോസ്. അതിനാണ് സങ്കീർണത എന്ന് പറയുന്നത്. അപ്പം സങ്കീർണതയുടെ റിസൾട്ടാണ് സമാധാനം അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സങ്കീർണതയിലൂടെ കടന്നു പോകണം. അത് എന്ത് വില കൊടുത്തു ആ സങ്കീർണതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വേദനയിലൂടെ ആ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്ത് കടന്നു പോകുമ്പോഴാണ് അതിന് റിസൾട്ടായിട്ട് സമാധാനം അല്ലെങ്കിൽ പീസ് ഉണ്ടാകുന്നത്. അപ്പോൾ സങ്കീർണത ആഗ്രഹിക്കുക, സങ്കീർണതയെ സ്നേഹിക്കുക. ആ സങ്കീർണതയിലാണ് ക്രിയേഷൻ ഉണ്ടാവുന്നത്. 99% സൗജന്യമായി കൊടുക്കുക,
1% എക്സ്ക്ലൂസീവ് മെമ്പേഴ്സിന് പെയ്ഡായിട്ട് കൊടുക്കുക. ഇതെൻ്റെ ഒരു ലൈഫ് ടൈം പോളിസിയാണ്. അപ്പോൾ എന്താണ് ഈ 99% സൗജന്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്? അതായത് എന്നെ സംബന്ധിച്ച് ജ്ഞാനവും വിൽപ്പനയും ചേർന്നുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീൽസ് ഞാൻ സൃഷ്ടിക്കുമ്പോൾ അതെല്ലാം ഞാൻ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ അതിനകത്ത് 1% എക്സ്ക്ലൂസീവായിട്ട് പെയ്ഡ് മെമ്പേഴ്സിനായിട്ട് മാസ്റ്റർ ക്ലാസ്സുകൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊരു 8 മുതൽ 12 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള മാസ്റ്റർ ക്ലാസ്സുകളാണ്. അത് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ആ 1% എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും, നിങ്ങളൊരു സെയിൽസ് പ്രൊഫഷണലോ ആണെങ്കിലും, നിങ്ങൾ 99% സൗജന്യമായിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എ ടോക്കൺ. ആ 99% സൗജന്യമായിട്ട് കൊടുത്ത ശേഷം യു മേക്ക് 1% എക്സ്ക്ലൂസീവ്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ 99% സൗജന്യമായി കൊടുക്കുക. ആ സൗജന്യത്തിന് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ടുള്ള മീഡിയ ഉപയോഗിക്കാം. നിങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കോണ്ടന്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ ഡിസ്പ്ലേസ് കൊടുക്കാം. അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. മേക്ക് ഇറ്റ് ഫ്രീ. ആളുകൾക്കത് സൗജന്യമായി ലഭിക്കട്ടെ. ആൻഡ് ആ 1% എന്ന് പറയുന്നത് പ്രീമിയം എക്സ്ക്ലൂസീവ് മാത്രമായിരിക്കണം. ആ പ്രോഡക്റ്റിനെ കുറിച്ച്, ആ പ്രോഡക്റ്റിൻ്റെ സൗഭാഗ്യം അല്ലെങ്കിൽ ആ പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കുവാനും അതിൻ്റെ ഗുണം ലഭിക്കുവാനും ആഗ്രഹിക്കുന്ന 1% കസ്റ്റമേഴ്സിന് അത് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുക, അത് കസ്റ്റമറൈസ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു മേക്ക് എ പോളിസി giving 99% free and 1% exclusive for paid members. കസ്റ്റമർ നെറ്റ്വർക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കസ്റ്റമറിലല്ല. അപ്പോൾ ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ കസ്റ്റമർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് പലപ്പോഴും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ സെയിൽസ് ടീമിനെ പഠിപ്പിക്കുമ്പോൾ കസ്റ്റമറിൽ ശ്രദ്ധിക്കാനായിട്ട് പറയും. കസ്റ്റമറിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വൺ ടൈം പർച്ചേസിലേക്ക് മാത്രമായിട്ട് അവരെ പഠിപ്പിക്കരുത്. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വേണം ശ്രദ്ധിക്കുവാൻ. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ദ കസ്റ്റമർ നെറ്റ്വർക്ക്. ആ കസ്റ്റമറുടെ നെറ്റ്വർക്ക്, അതായത് ആ കസ്റ്റമറുടെ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണക്ഷനുകൾ, ആരൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളത് ആ ആളുകളിലേക്ക് ഈ പറയുന്ന പ്രോഡക്റ്റോ സർവീസോ ചെല്ലണമെങ്കിൽ we have to focus must on the relationship building. ആ റിലേഷൻഷിപ്പ്, ആ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുമ്പോഴാണ് കസ്റ്റമറേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലേക്ക് നമുക്കൊരു വിഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പം നമ്മളൊരു വിഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ മാത്രമല്ല, ആ കസ്റ്റമറുടെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമീപനത്തിൽ നമ്മുടെ സെയിൽസ് ടീമിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ ഫോക്കസ് നോട്ട് ഓൺലി ഓൺ ദ കസ്റ്റമർ, ഫോക്കസ് ഓൺ ദി കസ്റ്റമർ നെറ്റ്വർക്ക്. ഒരു 9 to 5 ജോബിനെക്കാട്ടിൽ പവർഫുൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്നത് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ആർ ടേക്കിംഗ് കൺട്രോൾ ഓവർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് ദ ബിസിനസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ടേക്കിംഗ് കൺട്രോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. ഈ 9 to 5 ജോബ് എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി അഡിക്റ്റഡ് ടു എ പർട്ടിക്കുലർ ടൈം ഫ്രെയിം. സമയത്തിന് നമ്മൾ സ്ലേവായി പോവുകയാണ്. അപ്പം ഒരു ബിസിനസ് മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ച് ദ ടൈം ഈസ് ഇൻ ഹിസ് ഹാൻഡ്. എവരിത്തിങ്
അദ്ദേഹത്തിന് എല്ലാത്തിൻ്റെയും നിയന്ത്രണത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. അവിടെ സമയം എന്ന് പറയുന്നതോ സ്പേസ് എന്ന് പറയുന്നതോ ഒന്നും ഒരു ഘടകമല്ല. അപ്പം ഒരു ബിസിനസ്സുകാരനാകുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു 9 to 5 ടൈം ഫ്രെയിമിനകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വൈ? ബിക്കോസ് ദേ ആർ ആക്ച്വലി സ്ലേവ്സ്. ആ സ്ലേവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് 9 to 5 ജോബ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബിസിനസ് ഈസ് മോർ പവർഫുൾ ദാൻ ദി 9 to 5 ജോബ്. സോ സക്സസ് ആവണമെങ്കിൽ ബിസിനസ്മാൻ ആകണമെന്ന് ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലോട്ട് എത്തിച്ചേരുകയുള്ളൂ. ലൈഫ് ഈസ് ബിസിനസ്, ബിസിനസ് ഈസ് ഓണർഷിപ്പ് ഓഫ് ലൈഫ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ രക്ഷകൻ നിങ്ങൾ മാത്രമാണ്. സോ യു ഹാവ് ടു ടേക്ക് ദ ബർഡൻ ഓഫ് becoming the savior of your community. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ആരെ കൊണ്ടും കഴിയില്ല. നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക. ആ കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി, ഗൈഡ് ലൈനായി, പ്രിൻസിപ്പിളായി നിങ്ങൾ മാറുക. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ രക്ഷകനായി മാറുമ്പോഴാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ രക്ഷകരായി മാറുന്നത്. സോ വി ഹാവ് ടു ഡെവലപ്പ് എ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അത് ആക്ച്വലി ഒരു പ്രയാസമുള്ളൊരു ഘട്ടമാണ്. അതായത് ഒരു കൂട്ടം ആളുകൾക്ക് സെർവ് ചെയ്യുക, അവർക്ക് പ്രോഡക്റ്റോ സർവീസോ കൊടുത്തുകൊണ്ട് അവരെ ഹാപ്പിയാക്കുക, അവരുടെ ആ ലൈഫ് സ്റ്റൈലിനെ ക്രമീകരിക്കുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. യു ഹാവ് ടു ടേക്ക് ദ ബർഡൻ, ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അത് ആ ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്, നമുക്ക് ചുറ്റും ഒരു കമ്മ്യൂണിറ്റി വളരുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വരുന്നത്. അപ്പം സോ വി ഹാവ് ടു ബിക്കം ദ സേവിയർ ഓഫ് അവർ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി നിങ്ങൾ തന്നെ മാറണം. ഉയർന്ന ചിന്ത, ഉയർന്ന പ്രവർത്തനം, അല്ലാതെ നമുക്കിനിയും ഒരു രക്ഷയുമില്ല. അതായത് ഉയർന്ന ചിന്തയും ഉയർന്ന പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു കർമ്മമണ്ഡലത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. ദർ ഈസ് ഓൺലി വൺ പ്ലാൻ ആൻഡ് ദാറ്റ് ഈസ് പ്ലാൻ എ. പ്ലാൻ ബി, പ്ലാൻ സി എന്നുള്ളതില്ല. ദർ ഈസ് ഓൺലി വൺ പ്ലാൻ ആൻഡ് ദാറ്റ് ഈസ് പ്ലാൻ എ. പ്ലാൻ എയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഉയർന്ന ചിന്തകൾ ഉണ്ടാവട്ടെ, അതനുസരിച്ചുള്ള ഉയർന്ന പ്രവർത്തനം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ വി ഹാവ് ടു തിങ്ക് ബിഗ്, വി ഹാവ് ടു തിങ്ക് ബിഗർ, വി ഹാവ് ടു ആക്ട് ബിഗർ. പ്രവർത്തന മണ്ഡലങ്ങൾ മികവുറ്റതാക്കുക. ആ പ്രവർത്തനത്തിൽ നമ്മൾ കൂടുതൽ കഴിവുറ്റ ആളുകളെ എത്തിച്ചേർക്കുക. വിഷൻ ഉണ്ടാക്കിയെടുക്കുക, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, വർക്ക് ചെയ്യുക. വർക്ക് ലൈക്ക് എ ഹെൽ. നമ്മുടെ സ്വപ്നങ്ങൾ ഉയർന്നതാവട്ടെ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഉയർത്താം. നമ്മുടെ സ്വപ്നങ്ങൾ ഉയരുന്നതനുസരിച്ച് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഉയരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ ലിമിറ്റ് ചെയ്യരുത്. The most powerful weapon in a human being is his thoughts. Thoughts ആണ് തുടക്കം. തോട്ട്സ് മതി. ആ തോട്ട്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓൺ ദ തോട്ട്സ്. നിങ്ങളുടെ തോട്ട്സ് പവർഫുൾ ആവട്ടെ. ആ തോട്ട്സിനെ ഉത്തേജിപ്പിക്കുക. തോട്ട്സ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് ലെവലാണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഉയർന്ന ചിന്തയുണ്ടാക്കിയെടുക്കുക. അത് ഉയർന്ന പ്രവർത്തനങ്ങളിലേക്കും അത് ചൂണ്ടുപലകയാകും. നമുക്കിനിയും സമയത്തെ ക്രമീകരിച്ചുകൊണ്ടോ സമയത്തെ നോക്കി നിന്നതുകൊണ്ടോ കാര്യമില്ല. സമയം നമ്മുടെ കൈപ്പിടിയിലാവണം. സോ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ. മേക്ക് യുവർ thoughts better, make the emotions better and make the action better. Your sales team is the boss. So serve your sales team. അതായത് ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൽ സെർവ് ചെയ്യുന്ന ആ സെയിൽസ്മാൻമാരാണ്, അല്ലെങ്കിൽ ആ സെയിൽസ് ടീമാണ്, ആ വർക്കിംഗ് ക്ലാസ്സാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിനെ മുന്നോട്ട് നയിക്കുന്നത് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ പറയുന്ന സെയിൽസ് ടീമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ സെയിൽസ് ടീമിനെ നിങ്ങളുടെ വിഷനും നിങ്ങളുടെ മിഷനും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അവരെ ട്രീറ്റ് ചെയ്യുക.
അവരെന്ത് ചെയ്യും? നിങ്ങളുടെ വിഷൻ അവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. നിങ്ങളുടെ വിഷൻ കസ്റ്റമേഴ്സിൽ എത്തിക്കുവാനുള്ള ഡ്യൂട്ടി നിങ്ങളുടെ സെയിൽസ് ടീമിനാണ്. അപ്പോൾ ആ സെയിൽസ് ടീമിനെ നിങ്ങളുടെ വിഷനുമായിട്ട് അലൈൻ ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും നൽകിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സെയിൽസ് ടീമിന് വേണ്ട പവർ ബാങ്ക് ആയിട്ട് മാത്രം ആര് മാറുക? ആ പറയുന്ന ബിസിനസ് ഓണർ മാറുക. സെയിൽസ് ടീമിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുക മാത്രമാണ്. ഒരു പവർ ബാങ്കായിട്ട് ആ പറയുന്ന ബിസിനസ് ഓണർ മാറുമ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീം കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ വിഷനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. ആ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സായി മാറും. ആ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് അവരുടെ നെറ്റ്വർക്കും കൊണ്ടുപോകും. അപ്പോൾ ആ സൈക്കിൾ പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞ ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ പറയുന്ന ഗ്രോത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓണർ ആരെയാണ് സെർവ് ചെയ്യേണ്ടത്? ഹി ഹാസ് ടു സെർവ് ഹിസ് ടീം. ആ ടീമിനെ സെർവ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഗൈഡൻസും ചെയ്തു കൊടുക്കുക, എല്ലാ സപ്പോർട്ട് സിസ്റ്റവും കൊടുക്കുക, പവർ ബാങ്ക് ആയിട്ട് മാറുക. നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അതുപോലെ മിറർ ചെയ്യും. ആ പറയുന്ന സെയിൽസ് ടീമിന് എന്താണോ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം അത് കസ്റ്റമേഴ്സിലേക്ക് മിറർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദെയർ വിൽ ബി എ ഫ്ലോ ഓഫ് കസ്റ്റമേഴ്സ്. വളർച്ചയുണ്ടാകുന്നത് അങ്ങനെയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ സൈക്ലിക് പ്രോസസ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടീമിനെ എംപവർ ചെയ്യുന്നതിൽ മാത്രമായിരിക്കണം. എംപവർ യുവർ സെയിൽസ് ടീം ആൻഡ് ദ സെയിൽസ് ടീം യു വിൽ എംപവർ യുവർ കസ്റ്റമേഴ്സ്. അപ്പം ആ ഒരു ശൃംഖല അങ്ങനെ തന്നെ വളർത്തുവാനായിട്ട് നിങ്ങൾ മുൻകൈ എടുക്കണം. നിങ്ങളൊരു മുട്ടുസൂചി വിൽക്കുകയാണെങ്കിലും അതൊരു ഇവൻ്റ് നടത്തി വേണം അനൗൺസ് ചെയ്യുവാൻ. അതായത് ഒരു മുട്ടുസൂചിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്കിലും അത് ബിഗർ ഇവൻ്റ് നടത്തി വേണം അത് ആളുകളിലേക്ക് എത്തിക്കുവാൻ. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി മോർ ബിഗർ ദാൻ ദ പീപ്പിൾസ് തോട്ട് പ്രോസസ്. അതായത് നമ്മൾ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റോ സർവീസോ അത് ആളുകളുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് എത്ര ചെറുതോ എത്ര വലുതോ എന്നുള്ളതല്ല വിഷയം. അത് ആളുകൾക്ക് സംതൃപ്തിയാണ് എത്തിക്കേണ്ടത്. അത് ആളുകൾക്ക് സംതൃപ്തി ഉണ്ടാക്കണം. നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ വലുപ്പമല്ല, അത് കൊടുക്കുന്ന വാല്യൂവിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിൽക്കുന്നത് എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന എന്ത് സർവീസ് ആയിക്കോട്ടെ, അതൊരു ബിഗർ ഇവൻ്റ് ആവണം. അത് ആളുകളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രോഡക്റ്റായി മാറണം. അവർ ആ സർവീസിനെയോ പ്രോഡക്റ്റിനെയോ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളുടെ പ്രോഡക്റ്റും സർവീസും ഒരു സക്സസ് ആയി മാറുന്നത്. അവരുടെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് അടുത്ത തലത്തിലോട്ട് എത്തുന്നത്. അപ്പം നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അത് ആളുകളിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അത് ആളുകൾക്ക് എത്രമാത്രം ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു, അത് ആളുകൾക്ക് എത്രമാത്രം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവരുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പം സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു ഗീവ് മച്ച് മോർ വാല്യൂ ദാൻ വാട്ട് ഇറ്റ് ഡിസേർവ്. പരാജയപ്പെടുവാൻ തയ്യാറല്ലാത്ത ഒന്നിനെയും പ്രപഞ്ചം ഉൾക്കൊള്ളില്ല. ഇതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്, അതായത് പ്രപഞ്ച നിയമമാണ്. ജീവിതമാകുന്ന പ്രോസസ്സിൽ പരാജയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയാത്ത ഒന്നിനെയും പ്രപഞ്ചം മുന്നോട്ട് കൊണ്ടുപോവില്ല, അത് ഉൾക്കൊള്ളില്ല. അതൊരു പ്രപഞ്ച സത്യം പോലെ നിലനിൽക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുവാനായിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, നിങ്ങളുടെ കൂടെ മറ്റുള്ളവർ നിൽക്കണമെങ്കിൽ അവർക്ക് തോന്നണം നിങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടെന്ന്. ആ കരുത്ത് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? അത് പരാജയങ്ങളിൽ നിന്നാണ്, അത് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്, അത് ആ പ്രോസസ്സിൽ നിന്നാണ്. അപ്പം നിങ്ങളുടെ ആ പ്രോസസ്സിൽ
നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റോ സർവീസോ അത് നിങ്ങളൊരു എക്സ്പെരിമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു, അത് പരാജയപ്പെടുന്നു. അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും 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 ആ പ്രോഡക്റ്റിനെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് പുഷ് ചെയ്യുന്നതിലല്ല കാര്യമിരിക്കുന്നത്. ആ പ്രോഡക്റ്റിനെ പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിവിടണം. അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് വീണ്ടും ആ പ്രോഡക്റ്റിനെ ബെറ്റർ ആക്കണം. അപ്പോൾ പരാജയപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയെയും അധികം നാൾ പ്രപഞ്ചം ഉൾക്കൊള്ളില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു വ്യക്തിക്കും പ്രപഞ്ചത്തിൽ സ്ഥാനമില്ല. പരാജയപ്പെടാൻ തയ്യാറാകുക, പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. സോ ലേൺ ടു fall and learn from falling. That is a real path to success. നിങ്ങൾ ബിഗ് സക്സസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തു ത്യാഗം സഹിക്കുവാനും ഉരുകുവാനും തയ്യാറാവണം. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അവർ ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അത് ഉരുകുവാൻ, അവരുടെ പ്രിൻസിപ്പിൾസിനെ മുറുകെ പിടിക്കുവാനായിട്ട് അവരെന്ത് ത്യാഗവും സഹിക്കുവാനും അത് ഉരുകിച്ചേരുവാനുമായി തയ്യാറായിരുന്നു. അപ്പം ആ പ്രിൻസിപ്പിൾസ്, അവരുടെ ലൈഫിനെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും, അതായത് ദേ വർ റെഡി ടു സറണ്ടർ ടു ദർ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ദൈവം, അതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ബിഗ് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അവർ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ പ്രോസസ്സാണ്. അതാ പറയുന്ന ചേഞ്ചിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു പ്രോസസ്സാണ്. വർക്ക് ത്രൂ ദ ഹെൽ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ആ എന്ത് ത്യാഗത്തിലൂടെയും അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും കടത്തി വിടുവാനായിട്ടുള്ളൊരു പ്രാപ്തി നേടുന്നൊരു പ്രോസസ്സാണ്. അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം നേടിയെടുക്കുവാനായിട്ട് എന്ത് ത്യാഗം സഹിക്കുവാൻ, എത്രമാത്രം സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ടും ഏത് മാനസിക അവസ്ഥയിലൂടെയും കടന്നു പോകുവാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ബിഗ് സക്സസ് ഉണ്ടാവത്തുള്ളൂ. സോ ബിഗ് സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സറണ്ടർ യുവർ സെൽഫ് ടു ദ പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് ഫൗണ്ടേഷൻ. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അപ്പം പ്രിൻസിപ്പിൾസിന് വേണ്ടി എന്തു ത്യാഗം സഹിക്കുവാനും ഏതവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുവാനും തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബിഗ് സക്സസ് ആണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ബിഗ് സക്സസ് യു ഹാവ് ടു സറണ്ടർ യുവർ സെൽഫ് ടു ദ പ്രിൻസിപ്പിൾസ്. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സോൾ ആൻഡ് സ്പിരിറ്റ് ആർ മോർ പവർഫുൾ ദാൻ ദി ബോഡി. അതായത് നമ്മൾ കാണുന്ന ശരീരത്തെക്കാൾ ശക്തമായിട്ടുള്ളത് സോൾ ആൻഡ് സ്പിരിറ്റ് എന്നുള്ളത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളാകുന്ന ആ വ്യക്തിയുടെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ എസൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സോളിലാണ്. ഇറ്റ്സ് നോട്ട് ഇൻ ദ ബോഡി. അതായത് ഒരു വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ട്രൂ പൊട്ടൻഷ്യൽ ഒളിച്ചിരിക്കുന്നത് സോളിലാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിലാണ്. അപ്പോൾ ആത്മാവിനെ പവർഫുള്ളായി കാണുമ്പോൾ, ആ ആത്മാവാണ് പവർഫുൾ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. സോ സോൾ ആൻഡ് സ്പിരിറ്റ് ആർ മോർ പവർഫുൾ ദാൻ ദ ബോഡി. അപ്പം നമ്മൾ ഒരു പവർഫുൾ പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വി ഹാവ് ടു എലിമിനേറ്റ് ദ കോൺസെൻട്രേഷൻ ഓൺ ദ ബോഡി. നമ്മുടെ പുറമേ ഉള്ള ആ ബോഡി എന്ന് പറയുന്ന നശിച്ചു പോകുന്ന ആ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ ഫോക്കസ് മോർ ഓൺ ദ സോൾ ആൻഡ് സ്പിരിറ്റ് വേർ ദ എസൻസ് ഈസ് ബീങ് റെസ്റ്റിംഗ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ എസൻസ് എന്ന് പറയുന്ന ആ സീഡ് എന്ന് പറയുന്ന ട്രൂ പൊട്ടൻഷ്യൽ ഒളിഞ്ഞിരിക്കുന്നത് സോളിലാണ്. ആ സോൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ റിയൽ പവർ എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓൺ ഫീഡിങ് ദ സോൾ. അപ്പം സോളിനെ ഫീഡ് ചെയ്യുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്തൊക്കെയാണ് സോളിനെ ഫീഡ് ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്? സോ വി ഹാവ് ടു ബിൽഡ് റിലേഷൻഷിപ്പ്, we have to build a networking, we have to focus on making others happy, we have to focus on self-love, we have to focus on understanding we are wisdom. ആറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യുക, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷം കണ്ടെത്തുന്നതാണ് ആനന്ദം എന്നതിൽ ഫോക്കസ് ചെയ്യുക, വിസ്ഡം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക.
അപ്പം നമ്മുടെ സോൾ എന്ന് പറയുന്ന സീഡ് റെസ്റ്റ് ചെയ്യുന്ന അതിനെ നമ്മൾ ഉത്തേജിപ്പിക്കുമ്പോഴാണ് ഇറ്റ് വിൽ ബി മോർ പവർഫുൾ ദാൻ ദ ബോഡി. സോ ഇഫ് യു വാണ്ട് ടു ബി എ പവർഫുൾ പേഴ്സൺ, ഡോണ്ട് ഫോക്കസ് ഓൺ ദ ബോഡി, ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദ സോൾ ആൻഡ് സ്പിരിറ്റ് മോർ പവർഫുൾ. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ വളർത്തുക, കമ്മ്യൂണിറ്റി നിങ്ങളെ വളർത്തും. ഇതൊരു അടിസ്ഥാന പ്രമാണമാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി മാറുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റും വളരുന്നത്. ആടുകളുടെ ആട്ടിടയനായി മാറുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ടു ബിക്കം എ ഷെപ്പേർഡ്. ആ പറയുന്ന ഷെപ്പേർഡ് ലീഡർഷിപ്പിലേക്ക് വളരുക. ഒരു പറ്റം ആടുകൾക്ക് ഒരു ഷെപ്പേർഡായി മാറുക. അതായത് നമ്മൾ വളരുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇതാണ് അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ എനിക്ക് ചുറ്റുമുള്ളൊരു കമ്മ്യൂണിറ്റി വളരും? ഞാൻ എൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് കഴിയുക? സോ പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് ബിൽഡിങ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് യു. നമുക്ക് ചുറ്റും ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോഴാണ് നമ്മൾ വളരുന്നത്. സമൂഹത്തിൽ വളർച്ച നേടിയിട്ടുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണേലും ഫുട്ബോളിൽ നിങ്ങൾക്കറിയാം, പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചും അവരെ വളർത്തുന്നത് അവർക്ക് ചുറ്റുമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളെ വളർത്തുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നൊരു ലീഡർ വളരുന്നത്. അപ്പം വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് ആ കമ്മ്യൂണിറ്റിയുടെ ഷെപ്പേർഡായി മാറുക. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ ലീഡർഷിപ്പ് ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് as ഷെപ്പേർഡ് ലീഡർഷിപ്പ്. ഒരു കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി, അവരുടെ ഒരു ഷെപ്പേർഡായി, ആ ആടുകളെ മേയ്ക്കുന്നൊരു ആട്ടിടയനായി നമ്മൾ മാറുക. സോ വി ഹാവ് ടു ഡെവലപ്പ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് us. ആ വളർച്ചയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു രക്ഷകനാകുക എന്നുള്ളതാണ്. വിൽപ്പനയിലെ ജ്ഞാനചിന്തകൾ ഭാഗം 5 നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.